ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു പച്ചക്കായ പുഴുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ നല്ല മുളകിട്ട മീൻകറിയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനിലേക്ക് ആക്കി വെക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്തിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇതിലേക്ക് ഒരു 3 വലിയ പീസ് പച്ചക്കായ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, 3-4 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 തണ്ട് കറിവേപ്പില. പച്ചക്കായ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്ത് മഞ്ഞൾ വെള്ളത്തിൽ കഴുകി കറയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇനിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പും വെള്ളവും പച്ചക്കായും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും അതുപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.